പാരമ്പര്യം എവിടെയാണ് മുജാഹിദുകളെ? ഞങ്ങൾക്ക് എത്ര വലിയ പാരമ്പര്യമാണ്. ഞങ്ങളുടെ ഉസ്താദ് ഇന്നയാള്, അയാളുടെ ഉസ്താദ്, അയാളുടെ ഉസ്താദ്, അയാളുടെ ഉസ്താദ്, ഇങ്ങനെ എണ്ണി എണ്ണി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഓ മൗലവിമാരെ, നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് എണ്ണാൻ സാധ്യമാണോ എന്ന് ഈ കടപ്പുറത്തും മലപ്പുറത്തും ഒക്കെ വെല്ലുവിളിച്ചവരുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞങ്ങൾക്കുള്ള പാരമ്പര്യം ഞങ്ങൾ പ്രഖ്യാപിച്ചത് എന്നും ഏത് കാലത്തും ഞങ്ങൾ ഉറക്കെ പറഞ്ഞ പാരമ്പര്യം എന്താണ്? മാ അന അലൈഹി വസ്വഹാബി. ഞങ്ങളുടെ ജീവനേക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്ന ഏറ്റവും മഹാനായ നേതാവ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണത്. ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൽ ആര് നിലനിൽക്കുന്നുവോ അവരാണ് രക്ഷപ്പെട്ട ഈ ഭാഗം. അതുകൊണ്ട് നിങ്ങളുടെ ഉസ്താദിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടല്ല പരമ്പര ഞങ്ങൾ എണ്ണുന്നത്. ഞങ്ങളുടെ നേതാവാണ് സ്രോതസ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേ എണ്ണുകയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ കണ്ണിയിലെ ഒന്നാമത്തെ കണ്ണി ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദ് നബി, അവിടുന്ന് ഇങ്ങോട്ട് സ്വഹാബത്ത്, താബിഈങ്ങൾ, അവരിവിടെ കാണിച്ചു തന്ന വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ, അതാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്. പ്രാർത്ഥന അവനോട് മാത്രം. അതുപോലെ തന്നെ ഔലിയാക്കളെ കുറിച്ച്, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച്, ഖബർ മുത്തുന്നതും തടവുന്നതും സുജൂദ് ചെയ്യുന്നതും തവാഫ് ചെയ്യുന്നതും ഉറൂസ് കഴിക്കുന്നതും ചെണ്ടയും മദ്ദളവും ബാൻഡ് വീതങ്ങളും ആയിക്കൊണ്ടുവരുന്നത്, ഏതേത് കാര്യങ്ങളുണ്ടോ ഞങ്ങളുടെ പരമ്പര മുഴുവൻ ദിക്റുകൾ ചൊല്ലുന്നതിൽ, അതുപോലെ തന്നെ തസ്ബീഹുകൾ ചൊല്ലുന്നതിൽ, ദുആ ഇരക്കുന്നതിലൊക്കെ ഞങ്ങളുടെ പാരമ്പര്യം. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടാണ് എണ്ണുന്നത്. ആ പാരമ്പര്യമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതിനെതിരാണെന്ന് തെളിയിക്കാൻ പ്രമാണബദ്ധമായി ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ഞങ്ങൾക്കാണ് പരമ്പര. ഞങ്ങൾ ഇവിടെ നിന്നൊരു ചങ്ങല കുലുക്കിയാൽ അത് മുസ്തഫയോളം പോയിട്ട് കുലുങ്ങും എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഈ കെ സമസ്ത പറയുന്നു AP സമസ്തക്ക് പാരമ്പര്യമില്ല. AP സമസ്ത പറയുന്നു നിങ്ങൾക്ക് ആ പാരമ്പര്യമില്ലാത്തത്. പണ്ട് യഹൂദി പറഞ്ഞില്ലേ, നസറാണികൾ ഒന്നിലുമല്ല. നസറാണി പറഞ്ഞു യഹൂദികൾ ഒന്നിലുമല്ല എന്ന് പറഞ്ഞതുപോലെ ഈ കെ സമസ്തക്കാര്, AP സമസ്തക്കാര്, AK സമസ്തക്കാരെ കുറിച്ച് പറയുന്നത് എന്താണ്? സിറാജ് ദിനപത്രത്തിൽ എഴുതിയതെന്താ? വളരെ കൃത്യമായി തന്നെ നമ്മൾ അതൊന്ന് കേൾക്കേണ്ടതുണ്ട്. എന്താണ് അവർ അവരുടെ പരമ്പരയെ കുറിച്ച്, ഈക്കക്കാരുടെ പരമ്പരയെ കുറിച്ച് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന AP മുസ്ലിയാർ പറയുന്നത്? ഇസ്ലാമിൻ്റെ തനതായ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നതും പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ളതും സുന്നികൾ മാത്രമാണെന്ന് പൊന്മള പ്രസ്താവിച്ചു. ഇനി കേട്ടോ, വിശ്വാസം, മദ്ഹബ് സംബന്ധമായ വിവിധ വിഷയങ്ങളിൽ മുജാഹിദ്, ജമാഅത്ത്, വിഘടിത സുന്നി, അത് നിങ്ങൾക്കുള്ള കൊട്ടാണ്. നിങ്ങൾ പണ്ടേ പരമ്പരയില്ലെന്ന് പറഞ്ഞ് തള്ളിയവരാണ്. പക്ഷേ ഉണ്ടെന്ന് പറയുന്ന ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ സമസ്തയോടാ പറയുന്നത്. ആ കക്ഷികൾക്ക് പാരമ്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. സിറാജ് ദിനപത്രത്തിൽ അവരുടെ സെക്രട്ടറിയാണ് എഴുതിയിട്ടുള്ളത്. തീർന്നില്ല. അപ്പൊ ഈക്കക്കാര് വിടുമോ? ജിഫിരി മുത്തുക്കോയയുടെ പാർട്ടി AP സമസ്തയോട് പറയുന്നത് എന്താണെന്നോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെത്തുന്ന പാരമ്പര്യം ഇക്കൂട്ടർക്കുണ്ടത്രേ. വല്ലാത്ത കൗതുക വാർത്തയാണത്. ഇവരുടെ തൊലി ചെണ്ടക്ക് പറ്റുമെന്ന ധാരണയാണ് തിരുത്തപ്പെടുന്നത്. തമാശയായി പോലും സത്യം പറയാത്ത, സാമ്പത്തിക രംഗത്ത് ഹക്കും ബാത്തിലും ഇല്ലാത്ത നിങ്ങളാണോ പണ്ഡിതന്മാരെന്ന് അതായി പുറത്തു നിന്ന് ഈ വിഭാഗത്തിൻ്റെ ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ സുന്നി അഫ്കാറിലാണ് പരസ്യമായി ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായി, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും പാരമ്പര്യമില്ല, രണ്ടു കൂട്ടർക്കും അത് അവകാശപ്പെടാനില്ല. അതേ അവസരത്തിൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ. ആ പാരമ്പര്യം മഹാനായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങേ അറ്റത്തേക്ക് എത്തുന്ന വിധത്തിലാണ് നമ്മൾ സമൂഹത്തോട് പറയുന്നത്. മാത്രമല്ല, അക്കൂട്ടർ അവരുടെ ഉസ്താദുമാരുടെ പരമ്പര എണ്ണിയപ്പോ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ പരമ്പര, അദ്ദേഹത്തിന് ഹദീസ് കിട്ടിയ ഒരു സനദ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പരമ്പരയിലെ ഉസ്താദുമാരങ്ങനെ മുകളിലേക്ക് പോകുമ്പോ
ഇവരുടെ സമസ്തയുടെ ആത്മീയ നേതാവായ അഹമ്മദ് റദാ ഖാൻ ബറേൽവി എന്ന് പറയുന്ന മനുഷ്യൻ പച്ച കാഫിറുകളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ഹദീസിന്റെ സനദിലുള്ളത്. വിശരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? അതേ മുഹമ്മദ് ഖാസിം നാനൂത്തവി, ഖലീൽ അഹമ്മദ് സഹാറംപൂരി പോലെയുള്ള ആളുകളൊക്കെ കാഫിറാണെന്ന് അവരെക്കുറിച്ച് പറയാത്തവനും കാഫിറാണെന്നും അവരെ ബഹുമാനിക്കുന്നവരും കാഫിറാണെന്നും പറയുമ്പോൾ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ വിധി എന്താണ് മുസ്ലിയാക്കളെ? അപ്പൊ പരമ്പരയിലുള്ള ആളുകൾ പോലും മുസ്ലിമീങ്ങളല്ല എന്ന് സമസ്തയുടെ പതാക നിർമ്മിച്ച് അത് ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള റദാ ഖാൻ ബറേൽവി എന്ന് പറയുന്ന നേതാവിന് അഭിപ്രായമുണ്ടെങ്കിൽ പാരമ്പര്യം എവിടെ പോയി?